Hello and welcome to yet another episode of AV Tiles and Sanitary Kollam. Kollate #1 tile shop. ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് പ്രൊഡക്റ്റിന്റെ പുറത്താണ്. ഗ്രൗട്ട് ആഡ്മിക്സ് പ്ലസ് ബൈ MYK Laticrete. എന്റെ കയ്യിലിരിക്കുന്ന ഈ പാക്കറ്റാണ് അൺസാൻഡഡ് സിമെന്റീഷ്യസ് ഗ്രൗട്ട്. സാധാരണ ഭാഷയെ പറയുവാണെങ്കിൽ ജോയിന്റ് ഫില്ലർ. വീണ്ടും സാധാരണ ഭാഷയെ പറയുവാണെങ്കിൽ പൊടി. കഴിഞ്ഞ 2 പതിറ്റാണ്ടായിട്ട് മലയാളികൾ ടൈൽസ് ഉപയോഗിക്കാൻ തുടങ്ങിയ അന്ന് മുതൽ ടൈൽസിന്റെ കൂടെയും ടൈല് വിരിക്കുന്നവരുടെ കൂടെയും കസ്റ്റമേഴ്സിന്റെ കൂടെയും ഈ പ്രൊഡക്റ്റ് എന്നും ഒരു നിഴലായിട്ട് കൂടെ ഉണ്ടായിരുന്നു. ഒരു നിഴലിന് എന്ത് വിലയാണുള്ളത്? ശരിയാണ്, ഈ ഒരു പ്രൊഡക്റ്റിന് ഒരു നിഴലിന്റെ വില കൊടുത്തതിന് മലയാളികൾ വലിയ വില കൊടുക്കേണ്ടി വന്നു. ഈ പ്രൊഡക്റ്റിന്റെ പേര് അൺസാൻഡഡ് സിമെന്റീഷ്യസ് ഗ്രൗട്ട് ആണ്. എന്നാലും ഇതിനെ ജോയിന്റ് ഫില്ലർ എന്നും പൊടിയെന്നും ഒക്കെ വിളിച്ച് ഈ സിമെന്റീഷ്യസ് പ്രൊഡക്റ്റ് ആണെന്നുള്ള ഒരു പാർട്ട് എല്ലാവരും മറന്നുപോയി. നമുക്കറിയാം, ഏതൊരു സിമെന്റീഷ്യസ് പ്രൊഡക്റ്റും അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു കുറഞ്ഞ 5 ദിവസം വെള്ളം ഒഴിച്ച് ക്യൂർ ചെയ്യണം. പക്ഷേ നമ്മളിൽ എത്ര പേര് ജോയിന്റ് ഫില്ലർ ഇട്ടിട്ട് ജോയിന്റ് ഫില്ലറിന് 5 ദിവസം വെള്ളം ഒഴിച്ചിട്ടുണ്ട്? ഈ പ്രൊഡക്റ്റ് MYK Laticrete ഗ്രൗട്ട് ആഡ്മിക്സ് പ്ലസ് ആഡ്മിക്സ് എന്ന് അറിയപ്പെടുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. കഴിഞ്ഞ 10 വർഷം കൊണ്ട് എന്തായാലും ഈ പ്രൊഡക്റ്റ് മാർക്കറ്റിലുണ്ട്. പക്ഷേ ഇത് വലുതായിട്ട് സെയിൽ ആയില്ല. അതിന്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ പൊടിക്ക് വലിയ വിലയില്ല, ഇതിന് പൊടിയുടെ 4 ഇരട്ടി വിലയാണ്. അതുകൊണ്ട് പലരും ഇതിനെ അങ്ങ് അവോയ്ഡ് ചെയ്തു. അതാണ് ഞാൻ പറഞ്ഞത്, ഇത് അവോയ്ഡ് ചെയ്തതിന് മലയാളികൾ വലിയ വില കൊടുക്കേണ്ടി വന്നു. നമുക്ക് നോക്കാം എങ്ങനെയാണ്. ഈ പറഞ്ഞ് ഒരു 10-15 വർഷം മുമ്പ് ടൈൽസിനകത്ത് സ്പേസർ ഇടാതെ വിരിക്കുന്ന ഒരു സമയമായിരുന്നു. ആ സ്പേസർ ഇടാതെ വിരിക്കുന്ന ടൈലിനകത്താണ് നമ്മൾ ഈ ജോയിന്റ് ഫില്ലർ വെള്ളത്തിനകത്ത് മാത്രം മിക്സ് ചെയ്ത് ചേർത്തോണ്ടിരുന്നത്. അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ക്യൂറിംഗ് ഇല്ലാത്തതിനാൽ ഇത് കുറച്ച് കഴിഞ്ഞ് ഉണങ്ങി വെടിച്ച് കീറി പീസായിട്ട് ആ ടൈൽസിന്റെ ഇളയിൽ നിന്ന് ഇളകി വരും. ടൈൽസ് ഇട്ട് കഴിഞ്ഞ് 2-3 മാസം കഴിഞ്ഞായിരിക്കും ഇത് ഇളകി വരാൻ തുടങ്ങുന്നത്. അപ്പോഴേക്കും എല്ലാവരും ഇതുമായിട്ട് യൂസ്ഡ് ആവും. പിന്നെ ഇതിൽ ആരും ശ്രദ്ധിക്കത്തില്ല. ഈ ജോയിന്റ്സിൽ കൂടാണ് പിന്നീട് വെള്ളം പിടിക്കുന്നത്. ഭിത്തി വെള്ളം പിടിക്കുന്നു എന്ന് പറയുന്ന കംപ്ലൈന്റ് സർവ്വസാധാരണയാണ്. പക്ഷെ അത് ഒരിക്കലും ടൈൽസിലൂടെ അല്ല, ഗ്ലേസിൽ കൂടെ ഒരിക്കലും വെള്ളം അകത്തോട്ട് കയറില്ല. കയറുന്നത് ഈ പൗഡർ പോയ ജോയിന്റിൽ നിന്നാണ്. ഏകദേശം 1.5 പതിറ്റാണ്ട് മുമ്പ് ഈ പ്രൊഡക്റ്റ് ലോഞ്ച് ആയെങ്കിലും ഇത് നല്ല രീതിയിൽ ടേക്ക് ഓഫ് ചെയ്യാത്തതിന് 2 കാരണമുള്ളത്. ആദ്യത്തെ കാരണം വർക്കേഴ്സിന്റെ ഹാബിറ്റാണ്. ഇത് ഗ്രൗട്ടിനകത്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ പശപ്പ് കൂടും. പശപ്പ് കൂടിക്കഴിഞ്ഞാൽ വെറും വെള്ളത്തിൽ ആഡ് ചെയ്ത ഗ്രൗട്ട് ഇട്ട് മാറുന്ന പോലെ ഇതിട്ട് മാറാൻ പറ്റത്തില്ല. നമുക്കറിയാം, ഗ്രൗട്ട് ചെയ്യുന്നതിന് പണ്ട് സെപ്പറേറ്റ് ചാർജ് ഇല്ലായിരുന്നു. ടൈൽ ലേയിങ്ങിന്റെ ചാർജിനകത്ത് അത് ഇൻക്ലൂഡഡ് ആയിരുന്നു. വിച്ച് മീൻസ് ഗ്രൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അഡീഷണൽ ടച്ച് എപ്പോഴും കോൺട്രാക്ടറിന് നഷ്ടമായിരുന്നു. അതുകൊണ്ടാണ് പലരും അറിഞ്ഞിട്ട് പോലും ഈ പ്രൊഡക്റ്റിനെ അവോയ്ഡ് ചെയ്തു പോയത്. പക്ഷേ ഇതിനെല്ലാം വില നൽകേണ്ടി വന്നത് കസ്റ്റമറാണ്. ഇതിന്റെ രണ്ടാമത്തെ കാരണം ഇതിന്റെ വിലയാണ്. ഇത് അന്നും എക്സ്പെൻസീവ് ആയിരുന്നു, ഇന്നും എക്സ്പെൻസീവ് ആണ്. പക്ഷേ എക്സ്പെൻസീവ് ആണെന്ന് പറഞ്ഞുകൊണ്ട് ഇതൊരു ഇൻഹറന്റ് പാർട്ടാണ് ഗ്രൗട്ടിങ്ങിന്റെ. ഇത് അവോയ്ഡ് ചെയ്യാൻ ഒരു ഓപ്ഷനും ഇല്ല. അങ്ങനെ ഒരു പ്രൊഡക്റ്റിനെ വെറും വിലയുടെ അടിസ്ഥാനത്തിൽ ഒഴിവാക്കിയതാണ് നമ്മൾ ചെയ്ത രണ്ടാമത്തെ തെറ്റ്. ഇപ്പോൾ മിക്ക വീടുകളും പേസർ ഇട്ട് ടൈൽ ലേ ചെയ്തിട്ട് അതിനകത്ത് എപ്പോക്സി ഗ്രൗട്ടാ ഫില്ല് ചെയ്യുന്നത്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇന്ന് ഈ പ്രൊഡക്റ്റിന്റെ റെലവൻസ് എന്തുവാണ്? റെലവൻസ് ഉണ്ട്, കണ്ടറിയാം. ഈ പ്രൊഡക്റ്റ് എക്സ്പെൻസീവ് ആവുന്നത് തന്നെ ഈ പ്രൊഡക്റ്റ് അത്രയും ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആയതുകൊണ്ടാണ്. ഇന്ന് സ്പേസറും എപ്പോക്സിയുടെയും കാലത്ത് നമുക്കറിയാം, കുറഞ്ഞത് 18 മുതൽ 20 രൂപയാണ് സ്ക്വയർ ഫീറ്റ് റേറ്റ് എപ്പോക്സി ലേ ചെയ്യുന്നതിന്. പക്ഷേ ഒരു പ്രൊജക്റ്റിന് അത്രയും ചെലവാക്കേണ്ട ആവശ്യം ഇല്ല എന്ന് തോന്നിയ അതിന്റെ അടുത്ത ഓൾട്ടർനേറ്റീവ് എന്തുവാ? ഇത് നിങ്ങൾക്ക് ഇതുവരെ ആരും പറഞ്ഞു തന്നിട്ടില്ല. പക്ഷേ കൊല്ലത്ത് തന്നെ പല വലിയ പ്രൊജക്ട്സിൽ AV കൊല്ലം അത് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. ശരിക്കും ഫ്ലോറിലിട്ട് ടൈലിനകത്ത് ഇട്ട സ്പേസർ 4 mm അതിന് താഴെയാണെങ്കിൽ അവിടെ അപ്പോക്സി ഇടേണ്ട ഒരു കാര്യമില്ല. നോർമൽ അൺസാൻഡഡ് സിമെന്റീഷ്യസ് ഗ്രൗട്ടും ഈ ആഡ്മിക്സും കൂടെ വെള്ളത്തിന്റെ കൂടെ ചേർത്ത് ഇട്ട് കഴിഞ്ഞാൽ അത് ഇപ്പോക്സി പോലെ തന്നെ സ്ട്രോങ് ആയിട്ടിരിക്കും. ഇത് പലർക്കും അറിയത്തില്ല. പക്ഷേ കൊമേഴ്ഷ്യൽ വർക്കിന് കോസ്റ്റ് ലാഭിച്ച് ക്വാളിറ്റി വർക്ക് ചെയ്യേണ്ടടുത്തെല്ലാം ഈ ഫോർമുല ഉപയോഗിക്കാവുന്നതാണ്. അതാണ് ഈ പ്രൊഡക്റ്റ് ഇന്നും റെലവെന്റ് ആയിട്ട് നിൽക്കാൻ കാരണം. സോ എല്ലാ എപ്പിസോഡിനെ പോലെ ഈ എപ്പിസോഡിൽ നിന്നും എന്തെങ്കിലും പുതിയ ഇൻസൈറ്റ് കിട്ടിയിട്ടുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇവിടെ ടിപ്സും ഗൈഡ് ലൈൻസും മാത്രമല്ല, നല്ല ഡിസ്കൗണ്ടും കിട്ടും. അടുത്ത പ്രാവശ്യം എന്തെങ്കിലും ടൈലിന്റെ റിക്വയർമെന്റ് ഉണ്ടെങ്കിൽ AV കൊല്ലത്ത് വരാൻ മറക്കണ്ട.